നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ അല്ല 10 മണിയായി കാണും. എന്താ ദിവസം രാവിലെ ഫുഡ് കഴിക്കുക. എന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാല് വലിയ സെറ്റപ്പ് അല്ല, ഹൈലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ ഇന്ന് കഴിക്കുന്നത്. എല്ലാ തരത്തിലും നോക്കുമ്പോൾ ഇന്ന് പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ. പ്രോട്ടീൻ ഡയറ്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചിട്ട് ഉള്ള ഡയറ്റ് ആണ് കേട്ടോ. നിനക്ക് വണ്ണം കുറയ്ക്കണം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫിസിയോതെറാപ്പിക്ക് രാവിലെ പോയില്ല, ഉച്ചയ്ക്ക് പോകാൻ കരുതി. എന്നും രാവിലെ അല്ലേ പോണേ. അപ്പൊ രാവിലെ എന്നും ധൃതിയാണ് കേട്ടോ. രാവിലെ എണീറ്റ് അപ്പൊ തന്നെ വെള്ളം ചൂടാക്കാൻ കുളിപ്പിക്കാൻ അടുത്തുപോയി. രാവിലെ വെള്ളം ചൂടാക്കാൻ കുളിപ്പിക്കാൻ വെള്ളം വെക്കുന്നു. അത് വെള്ളം തിളയ്ക്കുമ്പോൾ നേരെ ലിജി കുളിക്കുന്നു. ലിജി കുളിച്ചതിന് ശേഷം ഞാൻ കുളിക്കുന്നു. കുളിച്ച് കഴിയുമ്പോഴത്തേന് 8-8:30 ആവും. പിന്നെ രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിൽ കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങി റെഡിയായിട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോൾ 9:30 നേരെ ഫിസിയോതെറാപ്പിക്ക് പോകുന്നു. വൈകുന്നേരം 4 മണിക്കാണ് വരുന്നത്, എല്ലാം കഴിഞ്ഞിട്ട്. കാരണം ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഫുഡ് കഴിക്കും, ഇതിന്റെ ഒക്കെ ടൈം പോകുമ്പോൾ 4 മണി. ഉച്ചയ്ക്ക് പോവാണെങ്കിൽ നേരെ ഫുഡ് കഴിച്ചിട്ട് ഫിസിയോതെറാപ്പിക്കാൻ കയറാം. അവിടെയും തിരക്കുറവായിരിക്കും. രാവിലെ എല്ലാരും വരും. രാവിലെ നല്ല തിരക്കാണ് കേട്ടോ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് അവിടെ. എന്നാലും നമുക്ക് ഇവിടെ ചെയ്യാം. നമ്മൾ ആ തിരക്കൊണ്ടല്ല താമസിക്കുന്നത്. നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കുകയും അതിൻ്റെ ഇടയ്ക്കത്തെ റെസ്റ്റും കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ ഇങ്ങനെയാവും കേട്ടോ. ഇതിപ്പോൾ വൈകിട്ട് വരാം. ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോഴത്തേന് പോകാമെന്ന് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം 5-6 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരാവുന്ന സ്ഥിതിന് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് വന്നു കരുതിയത് കുറച്ച് ഡ്രസ്സ് അലക്കിയിട്ടുണ്ടല്ലോ, അതും ഉണങ്ങുമ്പോഴത്തേന് എടുത്തിട്ട് പോകാം. പിന്നെ അതിനകത്ത് ഒരു ഡ്രസ്സിന് ഇടാൻ എനിക്ക് വേണം. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ പോകാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് കാണിക്കണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഈ മുട്ട ഒരെണ്ണം ലിജിക്ക് ഫുള്ളായിട്ട്, ഒരു വെള്ളം ലിജിക്കട്ടോ. ഒരു ഫുൾ മുട്ടയും ഒരു വെള്ളയും ലിജിക്കട്ടോ. ലിജി മുട്ടയുടെ ഉണ്ണി കഴിക്കത്തില്ല. പിന്നെ ഇത് ഞാൻ എന്താ വെച്ചാൽ ഇവിടെ ഓണത്തിന് മേടിച്ച പായസം ഉണ്ടാക്കാൻ വെച്ച നെയ്യ് ഉണ്ടായത് കേട്ടോ. അപ്പം നെയ്യ് കുറച്ചൊഴിച്ച് അതിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തേ. പക്ഷെ ഞാൻ കഴിച്ചു, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നെയ്യുടെ ടേസ്റ്റും ഇല്ല, ഒന്നിൻ്റെ ഇല്ല. ലിജി ഓൾറെഡി ഒരു ഏത്തപ്പഴം കഴിച്ചു കേട്ടോ. ഞാൻ ഇതൊക്കെ റെഡിയാക്കാൻ പോയ സമയത്ത് വിശന്നിട്ട് അവളൊരു ഏത്തപ്പഴം കഴിച്ചു. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചതുകൊണ്ടാണ് അവൾ വെയിറ്റ് ചെയ്തതിനെ കൊണ്ട്. പിന്നെ അതേ ഒരു ഓംലേറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഓംലേറ്റിനകത്ത് വേറെ ഒന്നുമില്ല, വെറും ഓംലെറ്റും ചെറിയ ഉപ്പും പിന്നെ എരിവിന് വേണ്ടി ഞാൻ ശകലം മുളക് പൊടി ഇട്ട് കേട്ടോ. അത് മിക്സ് ചെയ്ത് തന്നപ്പോൾ മുളക് പൊടി അവിടെ ഇവിടെയൊക്കെ ആയിപ്പോയി. കാണണ്ട, ആ ഭാഗത്തൊക്കെ ആയിപ്പോയി മുളക് പൊടി. പിന്നെ ചിക്കൻ മസാല ഉണ്ട്, അത് ഇടണമെന്ന് വിചാരിച്ചാൽ പിന്നെ അത് ഇട്ടില്ല. പിന്നെ ഇത് ലിജിയുടെ പ്രോട്ടീൻ പൗഡർ, ഇതെൻ്റെ പ്രോട്ടീൻ പൗഡർ അല്ലേ. അപ്പം ലിജിക്ക് ഞാൻ ഫ്രൈ ചെയ്തൊരു ബനാന എടുത്ത് കൊടുത്ത് നോക്കട്ടെ. കഴിച്ച് നോക്കൂ, ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടേ പറയും. ഉണ്ടോ? കാരണം ശകലം നെയ്യുള്ള, അതിനകത്ത് പറ്റാനുള്ള നെയ്യില്ലായിരുന്നു, ഇത് കിടക്കാനുള്ള നെയ്യില്ലായിരുന്നു. എന്നും ഏത്തക്ക ഇങ്ങനെയല്ലേ കഴിക്കും. അത് ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ? ഇല്ല, ഉണ്ടോ? ചെറിയ രീതിയിലല്ലേ? കൊള്ളാം. ചെറിയൊരു നെയ്യുടെ ടേസ്റ്റ് ഉണ്ട്. അപ്പം ആ കൈ ഇങ്ങോട്ട് തരൂ, പിടിക്കൂ, കഴിക്കൂ. അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കട്ടെ. ഇത് കഴിക്കുമ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിയുമ്പോഴത്തേന് 10-11 മണിയാവും. അപ്പോൾ അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കുളിച്ച് റെഡിയായി പയ്യെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പരിപാടികളാണ് ഇന്ന്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങളിന്ന് കറങ്ങാൻ പോകുന്ന സ്ഥലത്തെ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. 10:30 10:38. ഇത് കഴിച്ച് കഴിയുമ്പോൾ 11:30 കേട്ടോ. അപ്പം തന്നെ കുളിക്കാൻ പോയി 12:30 ആകുമ്പോൾ ഇറങ്ങണം. അപ്പം ഇന്നും സമയമില്ല നമുക്ക്.
ഞങ്ങൾ ഉറക്കം എണീറ്റ് ലേറ്റായിട്ട് 9 മണിയായപ്പോൾ എണീറ്റിടെ. ഉറക്കം രാവിലെ എണീറ്റും 5 മണിയായപ്പോൾ എണീറ്റു. ഇവളുണർന്ന് കിടന്നു കേട്ടോ. 5 മണിക്ക് എണീറ്റ് ഈ ഡയപ്പർ ചേഞ്ച് ഒക്കെ ചെയ്ത് കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ഉറക്കമുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ഉറക്കം. ആ ഉറക്കത്തിൽ ഞാൻ പിന്നെ എണീക്കുന്നത് 8:30 9 മണിയാകുമ്പോഴാണ്. അത് ഇവളുടെ മൊബൈലിൽ ഒച്ച കേട്ടിട്ട് 9 മണിക്ക് എണീറ്റ്. ഞാൻ നിൻ്റെ മൊബൈലിൽ നോക്കുമ്പോൾ 9 മണി. പിന്നെ ഞാൻ വെറുതെ കിടന്നേ അവിടെ. ഞാൻ മൊബൈലിൽ നോക്കി അവിടെ വെറുതെ കിടന്നേ. എന്നാ ശരി 9:45 ഞാൻ എണീറ്റ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ലേറ്റായി പോയത്. പിന്നെ നമ്മുടെ ഓംലെറ്റിൻ്റെ തിക്നെസ് കണ്ടോ, അകത്തൊക്കെ വെന്ത് ഒരു കേക്ക് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. അപ്പോൾ കഴിക്കട്ടെ. ബൈ.
അതെ ഞാൻ ദേ അകത്ത് പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് വന്നപ്പോഴത്തേന് എനിക്ക് സ്വന്തമായിട്ട് ഒരുങ്ങിയുണ്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടേക്കുന്നുണ്ടോ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. കാരണം എന്താ വെച്ചാൽ അത് പോകാൻ ധൃതി ഉണ്ടായിരുന്നുണ്ട്, സമയക്കുറവുണ്ടായിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തു കേട്ടോ. ഇപ്പം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, തന്നെ ചെയ്തപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്നും ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇവിടെയൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഫോണിലടി കുറേശ്ശൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഇറങ്ങിയല്ലോ. അപ്പം ഞങ്ങൾ റെഡി ആയിട്ടോ. ഞാനും കുളിച്ച് റെഡിയായി സെറ്റപ്പ് ആയിട്ടുണ്ട്. അതെടുക്കാം അത് ഞാൻ പോക്കറ്റ് വെക്കണേ. പോകുന്ന വഴിക്ക് ഇനി ഭക്ഷണം കഴിച്ചപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ പോകുമല്ലോ, ഇനിയിപ്പോൾ ഒന്നും ഇടാൻ നമ്മളിത് പറഞ്ഞ് ഇത് വെച്ചേക്കണേ ഇത്. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം സമയം ഏകദേശം 1 മണി കേട്ടോ. ഞങ്ങൾ 12:30 ഇറങ്ങണമെന്ന് വിചാരിച്ച് നടന്നില്ല. ഒരുങ്ങി റെഡി ആയിട്ടോ, ഒത്തിരി ലേറ്റ് ആയിട്ടോ. പിന്നെ നമ്മുടെ മേളത്തെത്ത അവളെ ഫുഡ് കഴിക്കാൻ വിളിച്ചായിരുന്നു കേട്ടോ. കഞ്ഞി പയറൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി വിളിച്ചു. അവർക്ക് കുറച്ച് ദിവസമായിട്ട് കഞ്ഞി പയറോ പനിയൊക്കെ ഉണ്ട്. അപ്പം പനിയല്ല, പിള്ളേർക്ക് ചുമ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ കഞ്ഞി കുടിക്കാം. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്നു അല്ലേ. ഇനിയപ്പോൾ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്ക് പോട്ടെ. 1 മണിയായി. ഇനിയിപ്പോൾ എപ്പോൾ തീരുമെന്നൊരു പിടിയില്ല. ഇനി ചെന്നിട്ട് ഫുഡ് കഴിക്കണം. ഒരു അരമണിക്കൂർ എടുക്കും അവിടെ എത്താൻ. പിന്നെ അരമണിക്കൂർ 3/4 മണിക്കൂർ ഫുഡ് കഴിക്കാൻ. 2-2.15 ആവും ഫിസിയോതെറാപ്പി തുടങ്ങാനായിട്ട്. ഇനി അപ്പം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്തായാലും പോവാം അല്ലേ. ഉച്ചയ്ക്കാകുമ്പോൾ ആള് കുറവായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യായിരിക്കും അല്ലേ. ഇന്ന് കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് പെട്ടെന്ന് ചെയ്തിട്ട് വരാൻ ഈ സമയം നമ്മൾ ഫിസിയോതെറാപ്പി കണ്ടിറങ്ങി കേട്ടോ. അപ്പം ജിഗോച്ച് മോളിൽ നിന്ന് താഴെയിലോട്ട് കൊണ്ടുവരുന്നേ ഉള്ളൂ. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കാൻ പോവാം. സമയം ഏകദേശം 6 മണിയായി. നമ്മൾ 2 മണിയായപ്പോൾ ഫിസിയോതെറാപ്പി കയറിയിട്ട് ഇറങ്ങിയപ്പം ഇപ്പോൾ 6 മണിയായിട്ടോ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നേരെ മാളിലേക്ക് പോകണം. കുറച്ച് നേരം അവിടെ ഇരുന്ന് കറങ്ങിയിട്ട് അങ്ങ് വീട്ടിൽ പോകും. കാരണം നാളെ സൺഡേ ആണല്ലോ, നമുക്ക് ലീവാണല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങിയൊക്കെ ചെയ്യാം നാളെ. പിന്നെ എന്താ പരിപാടി വെച്ചാൽ രാത്രി വേറെ പരിപാടി. ഞങ്ങൾ പോയി മുഖത്ത് നോക്കി ഇരിക്കണമല്ലോ ഇപ്പോൾ എന്നും. അപ്പോൾ ഇന്ന് സൈത്ത് ബ്രോ ഇല്ല. സൈത്ത് ബ്രോയ്ക്ക് ഇന്ന് എവിടെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി, അതുകൊണ്ട് വരാൻ ലേറ്റാവും. അപ്പോൾ ഞങ്ങൾ എന്താ കുറച്ച് നേരം മാളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. ബാക്കിൽ ഒരു സ്റ്റേജ് പൊളിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ഇവിടുത്തെ ആനുവൽ ഡേ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. 8 വർഷമായതിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നു അവർക്ക്. അപ്പോൾ അതിന് കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എങ്ങോട്ടല്ലേ നമ്മൾ എങ്ങോട്ടാ? വീട്ടിലേക്ക് പോകണം കേട്ടോ ഞങ്ങളെ. അപ്പോൾ ഓക്കെ ബൈ. ഇത് നമ്മുടെ ഒരു കുട്ടി ഫോളോവർ ഇവിടെ ഇപ്പം ഉണ്ട് കേട്ടോ. അന്തപ്പഴം കണ്ട് മിണ്ടി കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ കണ്ടുവന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. റിദ മെഹബിൻ അല്ലേ? റിദ മെഹബിൻ എന്നാണ് നമ്മളുടെ പേര്. ഓക്കെ ബൈ, ഞങ്ങൾ പോട്ടെ. ടാറ്റാ രാജി, ടാറ്റാ അണിക്കലി. ഓക്കെ അപ്പോൾ നമുക്ക് പോയട്ടോ. ഞങ്ങളിത് മാളിലൊക്കെ പോയിട്ട് വന്നേട്ടോ. ഭയങ്കരമായിട്ട് വിയർത്ത ചൂട്. ലിജിത ഇവിടെ ആവി പിടിച്ചോണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ളൂ 2 ആഴ്ച ആവി പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് മരുന്ന് അടിക്കാൻ പോയപ്പോഴേ. അപ്പോൾ അതുകൊണ്ട് ആവി പിടിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ മാളിൽ കയറിയപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് ചെയ്ത് ഓഫായി പോയി. അതാണ് വീഡിയോ കാര്യങ്ങളും ചെയ്യാൻ. പിന്നെ നമ്മുടെ സൈജിത്ത് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്. അവനും മാളിലേക്ക് ഞങ്ങളോട് വന്ന്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയ്യ പോരുന്നു. അവിടെ വന്നപ്പം കുറേ ആൾക്കാരെ കണ്ട്. പിന്നെ കുറേ സെലിബ്രിറ്റീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ ബിഗ് ബോസിലുണ്ടായിരുന്ന കുറേ പേര്, ജാൻമണി, അങ്ങനെ അഭിഷേക്, അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലിജിക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ അടിപൊളി ദിവസമായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ പിന്നെ തുണി വിട്ടിട്ട് പോയല്ലേ. അപ്പം നേരത്തെ തുണിയൊക്കെ എടുത്ത് ഇവിടെ ഇട്ടിരുന്നു കേട്ടോ. ഉണങ്ങിയപ്പം ഇത് മടക്കി വെക്കട്ടെ. മടക്കി വെച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകട്ടോ. ലിജി ആവി പിടിക്കട്ടെ.